ഹലോ ആൻഡ് വെൽക്കം. എൻ്റെ പേര് ഹാറൂൺ സേട്ട്. ഞാൻ ആലപ്പുഴക്കാരനാണ്. എൻ്റെ ഈ എപ്പിസോഡ് നമ്പർ 2 ഈ കേരള ടു കരോളൈന എന്ന് പറയുന്ന ബുക്കിൻ്റെ ഒരു സമ്മറിയാണ് ഞാൻ തരുന്നത്. ഇന്ന് നമുക്ക് ഒരു ചാപ്റ്റർ, ജസ്റ്റ് വൺ ചാപ്റ്റർ, ഐ വോണ്ട് ടു ഡു ജസ്റ്റ് വൺ ചാപ്റ്റർ എവറി ഡേ. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ചാപ്റ്റർ നമ്പർ 3 ആണ്. ഇതിനകത്ത് പറയുന്നത് എൻ്റെ ഫാമിലി, എൻ്റെ ഫാദറിൻ്റെ, എൻ്റെ അബ്ബയുടെ, അതായത് ഞങ്ങൾ അബ്ബ എന്നാണ് വിളിച്ചിരുന്നത്, വാപ്പയുടെ ഫാമിലിയെക്കുറിച്ചാണ്. ഓക്കെ, ഈ പുസ്തകത്തിനകത്ത് എൻ്റെ ഒരു നീളമുള്ള കഥ, അതായത് ആലപ്പുഴ ജനിച്ചത് മുതൽ പിന്നെ കോഴിക്കോട് എൻജിനീയറിംഗ് കോളേജ് പഠിക്കാൻ പോയതും അവിടെ നിന്ന് ഡൽഹിയിലെത്തിയതും, ഡൽഹിയിൽ നിന്ന് സൗദി അറേബ്യയിൽ വന്നു, സൗദി അറേബ്യയിൽ നിന്ന് പിന്നെ അമേരിക്കയിലേക്ക് വന്നു. ഈ ഏകദേശം 50 കൊല്ലത്തെ ഓർമ്മക്കുറിപ്പുകളാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, മേ ബി മോർ ദാൻ 50 years. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഫാദറിൻ്റെ ഫാമിലിയെക്കുറിച്ചാണ്. എൻ്റെ ഫാദറിന് 13 ടോട്ടൽ, അവർ 13 സിബ്ലിങ്സ് ഉണ്ടായിരുന്നു. അതായത് 9 ബ്രദേഴ്സും 4 സിസ്റ്റേഴ്സും ആയിരുന്നു, 13 ആൾക്കാർ. ഈ 13 ആൾക്കാർ എല്ലാവരും ഒരൊറ്റ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ആലപ്പുഴയിലെ വെള്ളക്കിണർ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനുണ്ട്, ഒരു പോപ്പുലർ സ്പോട്ടാണ്. അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു അവരുടെ വലിയൊരു വീട്. ഓക്കെ, ഫാദറിൻ്റെ ഫാദർ, അതായത് ഗ്രാൻഡ് ഫാദർ, വളരെ ബുദ്ധിമുട്ടിലായിരുന്നു ഒരു കാലത്ത്. അത് കഴിഞ്ഞിട്ട് ബിസിനസ്സിൽ അവരുടെ കാര്യങ്ങൾ മെച്ചപ്പെട്ടു. എന്നിട്ട് അവർ വലിയൊരു വീട് ഉണ്ടാക്കി. അതിനകത്ത് എല്ലാ കുട്ടികളും 13 ആൾക്കാരും അവരുടെ ഭാര്യമാരും അതിനവിടെ താമസിച്ചിരുന്നു. പിന്നെ ഫാമിലി വലുതായപ്പോൾ അതിനകത്ത് നിന്ന് ഓരോരുത്തരായിട്ട് വേറെ വേറെ വീടുകളിലോട്ട് പോയി. ഈ വീടുകളും എൻ്റെ ഫാദറിൻ്റെ ഫാദർ, അതായത് ഗ്രാൻഡ് ഫാദർ, നമ്മൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് വാപ്പ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ വാപ്പ ഈ 13 കുട്ടികൾക്കും വീടുകൾ ഉണ്ടാക്കി കൊടുത്തു, വാങ്ങിക്കൊടുത്തു, അല്ലെങ്കിൽ പണിത് കൊടുത്തു. എന്നിട്ട് ഓരോരുത്തരായിട്ട് അവർ ഈ വീടുകളിലേക്ക് മാറി. അങ്ങനെ ആ വലിയ വീട്ടിൽ നിന്ന്, ആക്ച്വലി നമ്മൾ അതിന് വലിയ വീട് എന്നാണ് വിളിച്ചിരുന്നത്, വലിയ വീട്ടിൽ നിന്ന് പല വീടുകളിലേക്കും മാറി. അപ്പോൾ ഈ വലിയ വീട് സംബന്ധമായ കാര്യങ്ങൾ അവിടെ ഞങ്ങൾ ചെറുപ്പത്തിൽ, അതായത് 6-7 വയസ്സ്, മേ ബി 10 വയസ്സുള്ള സമയത്ത്, ഐ കനോട്ട് റിമെമ്പർ എക്സാക്ട്ലി, ഓട്ടവും ചാട്ടവും, വീടിൻ്റെ ചുറ്റുഭാഗത്തും മുറ്റമുണ്ടായിരുന്നു. പുറകിലൊരു ലന്തപ്പഴം എന്ന് പറയുന്നൊരു മരം, അവിടെ കല്ലെറിയുക, ഫ്രൂട്ട്സ് എറിഞ്ഞ് വീഴ്ത്തുക, ഇതൊക്കെയായിരുന്നു നമ്മുടെ പാസ്റ്റ് ടൈം ഹോബി. അപ്പോൾ അവിടെ കുറേ അധികം ഓർമ്മകളുണ്ട്. അവിടെ സ്ഥിരം പോകാറുണ്ടായിരുന്നു. ഈ 13 ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, അതിനകത്ത് എല്ലാവരുടെയും ഡിമീനർ, അതായത് എല്ലാവരും ഒരേപോലെ ആയിരുന്നില്ല. ചിലർ ഫ്രണ്ട്ലി ആയിരുന്നു, ചിലർ തമാശ പറയും, കൂടെ കളിക്കും, അതായത് കൂടെ തമാശ പറയലും കാര്യങ്ങളും. ചിലർ സീരിയസ് ആയിരുന്നു. അങ്ങനെ പലരും പല തരത്തിലുള്ള ക്യാരക്ടറായിരുന്നു. അതിനകത്ത് ഒരു ഫാദറിൻ്റെ ഒരു സഹോദരൻ, ഫാദറിൻ്റെ നേരെ മൂത്ത ഒരു ജ്യേഷ്ഠൻ, ഹസൻ എന്ന് പറയും. ഹസൻ ചാച്ച എന്നാണ് വിളിച്ചത്. ചാച്ച എന്ന് പറഞ്ഞാൽ വാപ്പായുടെ സഹോദരനാണ് ചാച്ച എന്ന് വിളിച്ചിരുന്നത്. ഈ ഹസൻ ചാച്ച എനിക്ക് വളരെ വലിയൊരു സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. കാരണം ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. എപ്പോഴും അതുപോലെ തന്നെ ആൾക്കാരെയൊക്കെ സഹായിക്കുന്ന തരത്തിലുള്ളൊരു മനസ്ഥിതിയായിരുന്നു. അപ്പം എന്തുകൊണ്ടോ എനിക്ക് ഹസൻ ചാച്ചയോട് വളരെയധികം ചെറുപ്പം മുതലേ തന്നെ വളരെയധികം മാനസികമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. ഒരു സംഭവം ഈ പുസ്തകത്തിനകത്ത് പറയുന്നത്, ഞാൻ ഈ പറയുന്നത് കുറച്ച് സമ്മറി മാത്രമാണ്. ഇതിനകത്ത് കുറേയധികം കാര്യങ്ങളുണ്ട്. നിങ്ങളത് ബുക്ക് ഇൻഷാ അല്ലാഹ് വാങ്ങിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാം, വായിക്കാൻ പറ്റും. ഇതിനെക്കുറിച്ച് ഒരു കാര്യം സാന്ദർഭികമായിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇന്നിപ്പോൾ 26 ഫീഡ്ബാക്ക്, പോസിറ്റീവ് ഫീഡ്ബാക്സ് ഉണ്ട്. എല്ലാവരുടെയും ഫീഡ്ബാക്ക് വളരെ വളരെ അമേസിങ് ബുക്കാണ്. ഈ ബുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. അതായത് ഈ മോറലി ഒരു ബൂസ്റ്റ് നമ്മുടെ ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കാൻ ബൂസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് എല്ലാവരുടെയും ഈ ബുക്കിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക്. അപ്പോൾ ഈ ഹസൻ ചാച്ച, ഗോയിങ് ബാക്ക് ടു ഹസൻ ചാച്ച, എനിക്കൊരു നല്ലൊരു ഓർമ്മയുള്ളൊരു വൺ ഓഫ് ദി ഇൻസിഡൻറ്റ്. ഞാൻ
REC കാലിക്കറ്റിൽ എനിക്ക് എൻജിനീയറിംഗിൽ അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ കിട്ടിയിട്ട് അവിടെ നിന്ന് ലെറ്റർ വന്ന് അതായത് 1500 രൂപ അടക്കണം. അപ്പോൾ എൻ്റെ വീട്ടിൽ പൈസക്കുള്ള സൗകര്യമില്ല. എൻ്റെ ഫാദറിന് പൈസ ഇല്ല ആ സമയത്ത്. അപ്പം ഞാൻ ഹസൻ ചാച്ചയ്ക്ക് എഴുതി, കൊച്ചിയിലാണ് അവർ താമസിച്ചത്. ഞാൻ ആലപ്പുഴ, ഇവർ കൊച്ചിയിൽ ഹസൻ ചാച്ചയ്ക്ക് ഞാൻ കത്തെഴുതി. ഇത് ഓർക്കണം, ഇത് നമ്മൾ ഇമെയിലോ അല്ലെങ്കിൽ സെൽഫോണോ ഉള്ള സമയമല്ല, ഇത് 1985 കാര്യമാണ്. അപ്പോൾ ഞാൻ ഹസൻ ചാച്ചയ്ക്ക് എഴുതി, എനിക്ക് 1500 രൂപ വേണം കോളേജ് അഡ്മിഷന് എന്ന് പറഞ്ഞു. അങ്ങനെ റിപ്ലൈ വന്ന്, നീ വാ, കടയിൽ ഒന്ന് കാണാൻ പറഞ്ഞു. ഇവർക്ക് ബിസിനസ്സായിരുന്നു. അപ്പോൾ ഞാൻ ഇവരുടെ ചാച്ചയുടെ ബിസിനസ് സ്ഥലത്ത് പോയി. കൊച്ചിയിൽ മട്ടാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം ഒരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. അവിടെയാണ് കംപ്ലീറ്റ് കൊമേഴ്സ് ഏരിയ, അതായത് എല്ലാ ഈ ഹോൾസെയിൽ വിൽക്കൽ വാങ്ങലൊക്കെ നടക്കുന്നത് അവിടെയാണ്. വലിയ വലിയ വ്യാപാരികൾ അവിടെ ഉള്ളത് അവിടെയാണ്. അപ്പോൾ അവിടെ ഇവർക്കൊരു ഗോഡൗൺ ഉണ്ടായിരുന്നു. അവിടെ ഒരു ഓഫീസും ഗോഡൗണുമായിട്ട് അവിടെയാണ് ഇവരുടെ ബിസിനസ്. അപ്പം ഞാൻ അവിടെ പോയി. അറിയാലോ, ഐ എം ആക്ച്വലി പ്രീ ഡിഗ്രി പാസ്സായി, 17 വയസ്സാണ് ആ സമയത്ത്. അപ്പം ഐ എം ഗോയിങ് ടു മൈ ചാച്ച. അവിടെ പോയി അവരുടെ ഓഫീസിൽ പോയി. അപ്പോൾ ഓഫീസിൽ ഹസൻ ചാച്ച ഉണ്ട് ഞാൻ പോകുമ്പോൾ. അപ്പോൾ ഇവരുടെ ആ റൂമിൽ, ഓഫീസ് റൂമിൽ പലതരത്തിലുള്ള കസേരകളും ബെഞ്ചും ഒക്കെ കസേരയല്ല ബെഞ്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ആൾക്കാർ വേറെ ഉണ്ട്. ഇപ്പം ഞാൻ കടന്ന് ചെന്ന് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയൊരു ടേബിളിൽ എൻ്റെ ഈ ഹസൻ ചാച്ച എന്ന് പറയുന്ന നമ്മുടെ വാപ്പാടെ ജ്യേഷ്ഠൻ, കൂടാതെ വാപ്പാടെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ മെട്ട എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്, മെട്ട. അപ്പോൾ മെട്ട ആണ് നമ്മുടെ തറവാടിൻ്റെ ആ സമയത്ത് അതായത് ലീഡർ എന്ന് പറയാൻ കാര്യം. എൻ്റെ വാപ്പയുടെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനാണ്. ഇപ്പോൾ ഇവർ രണ്ടുപേരും ആ മേശയിൽ അവിടെ കസേരയിൽ ഇരിപ്പുണ്ട്. ഇവരുടെ രണ്ടുപേരുടെ നടുവിലൊരു പണപ്പെട്ടിയുമുണ്ട്, ഒരു ക്യാഷ് ബോക്സ്. അപ്പോൾ ഞാൻ നേരെ പോയി അവരുടെ മുമ്പിൽ സലാം പറഞ്ഞ് കൈ കൊടുത്ത് ഞാൻ അവരുടെ മുമ്പിലുള്ള ഒരു ബെഞ്ച്, നീളമുള്ള ബെഞ്ചുണ്ട്, അവിടെ അച്ചടക്കത്തോടെ അവിടെ ഇരുന്ന്. അപ്പോൾ എന്താണ് എത്ര കാശ് വേണം? അപ്പം ഞാൻ പറഞ്ഞു 1500 രൂപ. അപ്പം ഹസൻ ചാച്ച പെട്ടി തുറന്ന് 1501 രൂപ. ഞാൻ 1500 ചോദിച്ചു. ഇവർ 1501 എടുത്ത് കൗണ്ട് ചെയ്ത് എനിക്ക് തന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ വാങ്ങിച്ച് 2 ചാച്ചമാർക്കും കൈ കൊടുത്ത്. എന്നിട്ട് ഹസൻ ചാച്ച എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ പഠിക്കാനാണ് പോകുന്നത്, അവിടെ പോയിട്ട് നീ ഉഴപ്പരുത്, നേരെ പഠിക്കണം, പോകുന്ന കാര്യങ്ങൾ അത് പഠിക്കാൻ പോകുന്നത് നിങ്ങൾ ഓർമ്മ വെക്കണം, സമയം കളയരുത്, നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്നെ അഡ്വൈസ് ചെയ്ത്, സാധാരണ നമ്മുടെ പേരൻസ് നമുക്ക് തരുന്ന അഡ്വൈസ് അതൊക്കെ തന്ന് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി താങ്ക് യു പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇത് ഏകദേശം കോളേജ് തുടങ്ങുന്നതിന് ഫ്യൂ ഡേയ്സ് മുമ്പാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കോളേജിൽ പോയി, കോഴിക്കോട് പോയി. അവിടെ പോയി കോളേജ് ജോയിൻ ചെയ്ത് ഏകദേശം എനിക്ക് തോന്നുന്നത്, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല, 1 മാസമായി കാണും, മേ ബി ലെസ് ദാൻ എ മന്ത്, അത് ഈ ബുക്കിൽ പറയുന്നുണ്ട്. അവിടെ ഒരു ദിവസം രാവിലെ ഞാൻ ഹോസ്റ്റലിൽ കിടന്നുറങ്ങി. രാവിലെ എണീക്കാൻ സമയമായി. ഏകദേശം എനിക്കൊന്ന് ഒരു 6:30-7 മണി ആ സമയമായി കാണും. എൻ്റെ തുറന്നപ്പം കണ്ണ് തുറക്കാനുള്ള കാരണം എന്തോ ഒരു വാസന, ഒരു സ്മെല്ല്. ആ സ്മെല്ല് നമ്മുടെ ഈ മുസ്ലിങ്ങളുടെ ആൾക്കാർ മരണമടയുമ്പോൾ അവരുടെ ബോഡി നമ്മൾ കുളിപ്പിച്ച് അല്ലെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ഈ ഹെർബ്സ്, അതായത് ഈ ചില ചെടികളുടെ ഇലകൾ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും, അത് സുഗന്ധത്തിന് വേണ്ടി. അപ്പോൾ അത് സ്ഥിരം എവിടെ പോയാലും, ഈ മരണ വീട്ടിൽ പോയാലും നമുക്കത് ആ മണം നമുക്ക് വരും. കാര്യം വെച്ചാൽ അത് എല്ലാവരും ഉപയോഗിക്കുന്ന സംഗതിയാണ്. അപ്പം ഞാൻ രാവിലെ എണീച്ചിട്ട് ആദ്യം ഈ മണമാണ് വരുന്നത്. എവിടെ നിന്നാണ് വരുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇമ്മീഡിയറ്റ്ലി എൻ്റെ മനസ്സ് പറഞ്ഞു, ഇത് മരിപ്പ് സംഭവിച്ച എവിടെയോ അവിടെയാണിത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്മെല്ലാണ്. പക്ഷേ എനിക്കൊരു ഐഡിയ ഇല്ല എന്ത് സംഭവിച്ചെന്നുള്ളത്. ഞാൻ കുളിച്ച് നനച്ച് നമ്മുടെ കോളേജിൽ പോയി അവിടെ ക്ലാസ് ഫസ്റ്റ് പീരീഡോ സെക്കൻഡ് പീരീഡോ എനിക്ക് ഓർമ്മയില്ല, സെഷൻ എന്ന് പറയുന്നത്, നമ്മൾ സെഷൻ എന്നാണ് പറഞ്ഞിരുന്നത്.
അവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ കോള് വന്നൊരു ഓഫീസിൽ, ഈ എൻജിനീയറിംഗ് കോളേജിൻ്റെ മെയിൻ ഹെഡ് ഓഫീസിൽ അവിടെ എനിക്കൊരു കോള് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വന്നു. ഞങ്ങളുടെ കമ്പ്യൂട്ടർ എൻജിനീയറിങ്ങിൻ്റെ ബ്രാഞ്ച് ഈ മെയിൻ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ നിന്ന് അത്ര ദൂരം ഉണ്ടായിരുന്നില്ല, വളരെ അടുത്ത് തന്നെയായിരുന്നു. ഒരു 3-4 മിനിറ്റ് നടന്നെത്തും. അങ്ങനെ ഞാൻ അവിടെ പോയി ഫോൺ എടുത്തപ്പോഴത്തേക്ക് മറ്റേ സൈഡിൽ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, ആരോ ആ സംസാരിച്ച വ്യക്തി പറഞ്ഞ് ഹസൻ ചാച്ച മരിച്ചുപോയി. അതെനിക്കൊരു വലിയൊരു ഷോക്കായിപ്പോൾ. കാരണം ഞാൻ RECയിൽ ജോയിൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് എനിക്ക് ഇവിടെ അഡ്മിഷനുള്ള കാശും കാര്യങ്ങളൊക്കെ തന്ന്, എന്നിട്ട് അഡ്വൈസ് തന്ന്, എന്നിട്ട് അയച്ചതാണ്. ഒരു മാസം ഏകദേശമായി കാണും, ഹസൻ ചച്ച മരിച്ചു എന്ന് പറഞ്ഞാണ് ഫോൺ കോൾ വരുന്നത്. അങ്ങനെ ഞാൻ പിന്നെ തിരിച്ച് കൊച്ചിയിൽ പോയി മരണം അതിന് കൂടാൻ മയ്യത്തടക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. വേറൊരു കാര്യം ഉള്ളത്, ഹസൻ ചാച്ചയുടെ ഉമ്മ, അതായത് എൻ്റെ ഗ്രാൻഡ് മദറും ആ വീട്ടിൽ തന്നെ താമസിച്ചിരുന്നത്. ആ ഗ്രാൻഡ് മദറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു മകനാണ് ഹസൻ ചാച്ച. ഈ ഹസൻ ചാച്ച മരിച്ചിട്ട് 15 ദിവസം കഴിഞ്ഞപ്പം അവരുടെ ഉമ്മയും മരിച്ചു. അതേ വീട്ടിൽ അവരും മരിച്ചു. അപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ദേ ബോത്ത് വാക്കിംഗ് ബാക്ക് ടു ദിയർ ലോഡ് സൈഡ് ബൈ സൈഡ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സമ്മറിയാണ് ഞാൻ പറഞ്ഞത് ഈ ചാപ്റ്ററിൻ്റെ. പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. ടു ഗെറ്റ് ആൻ ഐഡിയ ഇതെങ്ങനെയാണ് കൂട്ടുകുടുംബം ജീവിച്ചിരുന്നത്, ഈ ഗ്രാൻഡ് ഫാദറിൻ്റെ ഉയർച്ച, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വായിക്കാൻ പറ്റും. അപ്പം ദിസ് ഈസ് ജസ്റ്റ് എപ്പിസോഡ് നമ്പർ 2. ഈ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഇതിൻ്റെ ആമസോണിലുള്ള ബുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീ ഓർഡർ ചെയ്യാം. ജൂൺ 1-ാം തീയതി നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ലിങ്ക് ആമസോൺ അയച്ചു തരും. അതല്ല ഫിസിക്കൽ ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജൂൺ 30-ാം തീയതി ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് ഷിപ്പ് ചെയ്യും. പക്ഷേ ദിസ് ഈസ് എ ഗ്രേറ്റ് ബുക്ക് ടു ഹാവ്. വായിച്ചവരൊക്കെ പറഞ്ഞത് അടിപൊളി ബുക്കാണ് ഇത്. എസ്പെഷ്യലി നമ്മൾ ബുദ്ധിമുട്ടിലൂടെ പോകുന്ന ആൾക്കാർക്ക് ഒരു ബൂസ്റ്റാണ്, ഒരു മോട്ടിവേഷണൽ ബുക്കാണ്. അതായത് നമ്മുടെ ബുദ്ധിമുട്ട് വരുമ്പോൾ ആ ബുദ്ധിമുട്ട് ഡസ് നോട്ട് മീൻ ഇത് എൻഡ് ഓഫ് വേൾഡ് ആണ്, നമ്മൾ ഇതുകൊണ്ട് തീർന്നു എന്നല്ല. അവിടെ ചിലപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ നമുക്ക് പുതിയ വാതിലുകൾ തുറക്കാനുള്ള ഒരു ഘട്ടമായിരിക്കും, ഒരു സ്റ്റേജ് ആയിരിക്കും. അതുകൊണ്ട് ഇഫ് യു ക്യാൻ റീഡ് ദ ബുക്ക് സോ യു ഗെറ്റ് മോർ ഇൻഫർമേഷൻ. ലാസ്റ്റ്ലി ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൽ മൾട്ടിപ്പിൾ പ്ലേലിസ്റ്റ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ആൻഡ് പ്ലീസ് ലൈക്ക് ദ വീഡിയോ. താങ്ക് യു വെരി മച്ച്, ആൻഡ് ഗോഡ് ബ്ലെസ് യു.